നമസ്കാരം. ഗ്രൂപ്പ് ജിയിലെ മത്സരത്തിൽ ഈജിപ്തിനെതിരെ സമനിലയുമായി രക്ഷപ്പെട്ട് കരുത്തരായ ബെൽജിയം. 20-ാം മിനിറ്റിൽ ഇമാം അഷൂറിന്റെ കിടിലൻ ഗോളിൽ മുന്നിലെത്തിയ ഈജിപ്തിനെതിരെ 66-ാം മിനിറ്റിൽ ഈജിപ്ത് താരം മുഹമ്മദ് ഹാനിയിലൂടെ ലഭിച്ച സെൽഫ് ഗോളിലാണ് ബെൽജിയം വിജയിച്ചത്. 19-ാം മിനിറ്റിൽ മുഹമ്മദ് സലായുടെ പക്കൽ നിന്നും ലഭിച്ച കൃത്യതയാർന്ന ഒരു പാസിനെ മനോഹരമായി വിനിയോഗിച്ചുകൊണ്ട് ഇമാം അഷൂർ തൊടുത്തുവിട്ട അതിശക്തമായ ഒരു ഷോട്ടാണ് ഈജിപ്തിന് ആദ്യ ഗോൾ സമ്മാനിച്ചത്. ആദ്യ പകുതിയിൽ ഉടനീളം കൗണ്ടർ അറ്റാക്കുകളിലൂടെ ബെൽജിയത്തിന് വലിയ രീതിയിൽ ഭീഷണി ഉയർത്താൻ ഈജിപ്തിന് സാധിച്ചു. ആദ്യ പകുതി അവസാനിക്കുന്നതുവരെ ലക്ഷ്യത്തിലേക്ക് ഒരു ഷോട്ട് പോലും ഉതിർക്കാൻ കഴിയാതെ പതറി ബെൽജിയം. ഈജിപ്ത് പൂർണ്ണമായും ആ നിരയെ സമ്മർദ്ദത്തിലാക്കി. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ചാൾസ് ഡെ കാറ്റലറെ ബെൽജിയത്തിനു വേണ്ടിയും മുഹമ്മദ് സലായും ഒമർ മൗർമാഷും ഈജിപ്തിനു വേണ്ടിയും തുടർച്ചയായി മുന്നേറ്റങ്ങൾ നടത്തി. മത്സരത്തിന്റെ 13-ാം മിനിറ്റിൽ ബെൽജിയം താരം നേഥൻ എൻഗോയെ ഫൗൾ ചെയ്തതിന് ഈജിപ്ത് താരം മറവൻ അറ്റിയയ്ക്ക് യെല്ലോ കാർഡ് കിട്ടി. പിന്നാലെ മുഹമ്മദ് സലായെ വീഴ്ത്തിയ തിമോത്തി കാസ്റ്റഗനെയും യെല്ലോ കാർഡ് കണ്ടു. കാര്യമായ ഗോൾ നീക്കങ്ങളൊന്നും ഇല്ലാതിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഈജിപ്ത് മത്സരത്തിൽ ലീഡ് പിടിക്കുന്നത്. 19-ാം മിനിറ്റിൽ മുഹമ്മദ് സല നൽകിയ ക്രോസിൽ പെനാൽറ്റി ആർക്കിൽ നിന്ന് ഇമാം അഷൂർ പോസ്റ്റിലേക്ക് ലക്ഷ്യമിടുകയായിരുന്നു. ഒരു രാജ്യാന്തര മത്സരത്തിൽ 28 വയസ്സുകാരൻ താരത്തിന്റെ ആദ്യ ഗോളായിരുന്നു ഇത്. പന്തു തടുക്കാനായി ബെൽജിയം ഗോളി തിബൌത്ത് കോർട്ടിസ് ഡൈവ് ചെയ്തെങ്കിലും ശ്രമം പാഴാവുകയായിരുന്നു. സ്കോർ 1-0. ഇരു ടീമും അക്രമ പ്രത്യാക്രമണങ്ങളുമായി മുന്നേറുന്നതിനിടെ 20-ാം മിനിറ്റിലാണ് മത്സരത്തിലെ ആദ്യ ഗോൾ പിറക്കുന്നത്. മുഹമ്മദ് സല നൽകിയ പാസ് സ്വീകരിച്ച ഇമാം അഷൂർ ബോക്സിന് തൊട്ടുവെളിയിൽ നിന്ന് തൊടുത്ത വലം കാലനടി ബുള്ളറ്റ് കണക്കെയാണ് ബെൽജിയം വലയിൽ കയറിയത്. ഗോളി തിബോ കോർട്ട ഒരു മുഴുനീളൻ ഡൈവ് നടത്തിയിട്ടും പന്തിൽ ഒന്നുപോലും തൊടാൻ സാധിച്ചില്ല. എന്തായാലും ഈജിപ്ത് ജേഴ്സിയിൽ അഷൂറിന്റെ ആദ്യ ഗോൾ, അതും ലോകകപ്പ് വേദിയിലായത് ഇത് വലിയ ഒരു നിർണായകമായ ഘട്ടമായി. ഗോൾ വീണതോടെ ബെൽജിയം ഉണർന്നു കളിച്ചെങ്കിലും പലപ്പോഴും അവർക്കത് ശരിക്കും വിനിയോഗിക്കാൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ. 53-ാം മിനിറ്റിൽ കെവിൻ ഡിബ്രൂയിന എടുത്ത ഫ്രീ കിക്ക് പോസ്റ്റിൽ തട്ടിത്തെറിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ ഈജിപ്തിന് കിട്ടിയ മികച്ച അവസരങ്ങൾ മുതലാക്കാൻ സലായ്ക്കും കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. കോർട്ടയുടെ ഇടപെടലും ഇവിടെ ബെൽജിയത്തിന് രക്ഷയായി മാറുകയായിരുന്നു. 62-ാം മിനിറ്റിൽ മികച്ചൊരു നീക്കത്തിനൊടുവിൽ കെവിൻ ഡിബ്രൂയിന എടുത്ത ഷോട്ട് ഈജിപ്ത് ഗോൾ കീപ്പർ മുസ്തഫ ഷോബെയർ പിടിച്ചെടുക്കുകയായിരുന്നു.